ഓർത്തിരിക്കാൻ പറ്റുന്ന വല്ല കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കേൾക്കാൻ? ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ പാടിയ ഞാൻ സമയത്ത് രവീന്ദ്രമാഷിനെ പരിചയപ്പെട്ടത് ഒരു രസകരമായിട്ട് സംഭവമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, തമിഴ് പാട്ടിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്ത് ശരത്തേട്ടനാണ്, ഞാൻ പാടിയ ആദ്യത്തെ പാട്ടിൻ്റെ. അങ്ങനെ ശരത്തേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ശരത്തേട്ടൻ എന്നെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ഒരു 4-5 മാസം ശരത്തേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെ പ്രോഗ്രാമിംഗ് ശരത്തേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെയും കൊണ്ടൊരു ദിവസം രവീന്ദ്രമാഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി. സത്യത്തിൽ പരിചയപ്പെടുത്താനല്ല, ഞാൻ ശരത്തേട്ടൻ പോയപ്പോൾ എന്നെ കൂടെ കൂട്ടിയെന്ന് മാത്രം. അവിടെ പോയി കഴിഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു, ഇതാരാടാ എന്ന് ചോദിച്ചു. പറഞ്ഞത്, സാർ ഇത് മാഷ്, ഇത് മധു ബാലകൃഷ്ണൻ, പുതിയൊരു സിംഗറാണ്. ഞാനിപ്പോൾ ഒരു തമിഴ് മൂവിക്ക് ഞാനാണ് പ്രോഗ്രാം ചെയ്ത, ഇവനാണ് ഈ ചെക്കനാണ് പാടിയെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഏത് പാട്ട് പാടണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രമദവനെ വീണ്ടും പാടിക്കോ എന്ന് പറഞ്ഞു. പ്രമദവനെ വീണ്ടും അങ്ങനെ അതിൻ്റെ ഹമ്മിങ് പാടി തുടങ്ങി. അതുവരെ മാഷിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ പോർഷൻ വന്നപ്പോൾ മാഷ് വേഗം സിഗരറ്റ് ഇങ്ങനെ കളഞ്ഞിട്ട്, ഇവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇവന്റെ മുമ്പിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല. അതൊരു വലിയൊരു മൊമെന്റ് ആയിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനെ സിഗരറ്റൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പാട്ട് കേൾക്കാനിരുന്നു. അന്ന് ഹരിമുള്ളിരവം റിലീസ് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പൊ എന്നോട്, ഇനി ഞാൻ പറയുന്ന പാട്ടൊന്നും നീ ഒന്ന് പാടാൻ പറഞ്ഞു. അങ്ങനെ മാഷ എനിക്ക് ഹരിമുള്ളിരവത്തിന്റെ ഫസ്റ്റ് ലൈൻ പാടി തന്നു. ഹരി ഹരി, മാഷ് ഇങ്ങനെയാ പറഞ്ഞത്, ഹരിമുരളീരവം എന്ന് മാഷ് പാടി. അപ്പൊ ഞാൻ സാധാരണ പോലെ ഹരിമുരളീരവം എന്ന് പാടി. അപ്പൊ അതിന്റെ ഹരിയുടെ ഹ ഇല്ലേ, ഹ അത് ഉള്ളിൽ നിന്ന് വരണം. എന്ന് പറഞ്ഞത് അങ്ങനെ ഹരി ഹരി എന്ന് പാടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് അതുപോലെ പാടിപ്പിച്ചു. അതിനുശേഷമാണ് ഈ ഹരിമുള്ളിരവൻ റിലീസ് ചെയ്തത്. ഞാൻ അതിൽ ട്രാക്ക് പാടിയിട്ടില്ല. ഈ അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് അന്നൊക്കെ ഫ്ലോപ്പിയിലാണ് കൊണ്ടുകൊടുക്കുന്നത്. അന്ന് CD ഒക്കെ വരണേ ഉള്ളൂ. അന്ന് ഈ കീബോർഡിൽ ഇൻസേർട്ട് ചെയ്യണ ഫ്ലോപ്പി ഉണ്ട്, അതിലാണ് പ്രോഗ്രാം ചെയ്തിട്ട് ആ ഫ്ലോപ്പി എടുത്തിട്ട് മ്യൂസിക് ഡയറക്ടറിന് രവീന്ദ്രമാഷിന് ശരത്തേട്ടൻ കൊണ്ടു കൊടുക്കും. അങ്ങനെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ വെച്ചാണ് അതിന് റെക്കോർഡിങ് നടക്കുന്നത്. അങ്ങനെ ശരത്തേട്ടൻ്റെ കൂടെ ഞാനും അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മനോഹരൻ ഈ ഭാഗം പാടിക്കൊണ്ടിരിക്കുക. ഇത് പാടിക്കൊണ്ടിരിക്കുക ആകാശത്താമ, അതിൻ്റെ ഇടയിലുള്ള പോർഷൻ. ഞാൻ ചെല്ലുമ്പോൾ മനോഹരൻ പാടിക്കൊണ്ടിരിക്കുക. അതിന് മനോഹരൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശരത്തേട്ടൻ ഈ ഫ്ലോപ്പി ഇങ്ങോട്ട് കൊടുത്തു. മാഷ ഇന്നലെ തന്ന പാട്ടിൻ്റെ ഇതാണ്. എടാ ശരത്തേടാ, ആ മാന എന്നുള്ള പാട്ടിൻ്റെ ട്രാക്ക് അവൻ പാടിയത് ശരിയായിട്ടില്ല, മാഷിൻ്റെ ആരോ പാടിയെന്ന്, അത് ശരിയായിട്ടില്ല, നീ ഒന്ന് പാടറാ എന്ന് പറഞ്ഞു ശരത്തേട്ടനോട്. ഇല്ല, ഈ ചക്കം പാടുമെന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിന് പിടിച്ച് മുമ്പോട്ടേക്ക് തള്ളി. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രാക്ക് പാടുന്നത് മാന എന്നുള്ള പാട്ടാണ്. അത് ഞാൻ സിനിമയിൽ പാടിയതിന് ശേഷം. അതിനുശേഷമാണ്. ചേട്ടൻ്റെ പ്രോഗ്രാംസിലൊക്കെ എപ്പോഴും എന്നും പാടുന്ന ഒരു പാട്ടുണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു അതിൽ പെട്ടതാണ് ഈ പ്രമദവനം, ഹരിമുള്ളിരവം, പിന്നെ ചിലപ്പോൾ വാചാലം, എന്മൗനവും പഴയ പാട്ടുകളിൽ, പിന്നെ അന്തിവയിൽ പൊന്നുതിരും, പിന്നെ ഞാൻ പാടിയ പാട്ടുകളിലാണെങ്കിൽ ചെന്താർമഴി ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പിന്നെ രാവേറെയായി പൂവേ, ഇതൊക്കെയാണ് മിക്കവരും ആവശ്യപ്പെടാറുള്ള പാട്ടുകൾ. തമിഴിലാണെങ്കിൽ കൊഞ്ചം നേരം, ഡിങ് ഡാങ് കോയിൽമണി. വിദ്യാജിയുടെ കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ, അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? വിദ്യാജിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് സിംഗപ്പൂർ വെച്ചിട്ടാണ്. സിംഗപ്പൂർ എന്ന് വെച്ചാൽ വിദ്യാജി നാട്ടിലുണ്ട്, ഞാൻ സിംഗപ്പൂരാണ്. എനിക്ക് പരിചയമുള്ളൊരു സ്വാമിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനാണ്, വളരെ അടുത്ത ആളാണ് വിദ്യാജി. അപ്പം ഞാൻ സിംഗപ്പൂർ സ്വാമിയുടെ കൂടെയാണ് ഞാൻ പോയത്. സ്വാമി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്വാമി വിദ്യാജിയോട് സംസാരിച്ചപ്പോൾ എന്നെ പരിചയപ്പെടുത്തി, ഞാൻ മധു ബാലകൃഷ്ണൻ സിംഗറാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം വിദ്യാജി അതിന് മുമ്പ് എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്, രാജാ സാറിന് ഞാൻ പാടിയ പാട്ടുകളൊക്കെ. അപ്പോൾ ഫോൺ കൊടുത്ത ഉടനെ, മധു നീ എതുക്കടാ സിംഗപ്പൂരിൽ എന്ത് ഫോൺ പண்றீங்க, നീ കിട്ട വന്ന് ഫോൺ പണിയ, കിട്ട നീ എന്നെ വന്ന് ഇങ്ങ വന്ന് പാര്. അങ്ങനെയാണ് ഞാൻ പിന്നെ നാട്ടിലെത്തിയതിനു ശേഷം ആദ്യമായിട്ട് തന്നെ വിദ്യാജിയുടെ കൂടെയുള്ള മുരുകൻ
എന്നെ വിളിച്ചു, മധുവണ്ണ നിങ്ങൾ സീക്കിരം കിളമ്പി വന്നിരുങ്കോ, സാറോട് ഒരു സോങ് ഇருக்கு എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അങ്ങനെ കനാ കണ്ടനടി തോഴി ആദ്യമായിട്ട് പാടുന്നത് വിദ്യാജിക്ക്. അത് വെറും ശ്രുതിയും ക്ലിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാടുമ്പോൾ. അത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയണത്. കദ്രി ഗോപാൽനാഥ് സാക്സോഫോൺ വായിച്ചേക്കണു, അതിൻ്റെ ഒരു കളർ അപ്പോഴാണ് മനസ്സിലായത്. ചേട്ടൻ ആക്ച്വലി ആ ഒരു മുമ്പത്തെ ഒരു ടൈപ്പ് ഓഫ് സിംഗിങ്ങിലും നിന്നിട്ടുണ്ടാവണ ഒരാളല്ലേ? ഞാൻ ലൈവ് സിംഗിങ്ങും ചെയ്തിട്ടുണ്ട്, ഈ മോഡേൺ ടൈപ്പ് സിംഗിങ്ങും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ ചേട്ടാ, ആ എക്സ്പീരിയൻസ് എങ്ങനെയാ? മറ്റത് നമ്മൾ പാട്ട് നേരത്തെ പഠിക്കണം, ചിലപ്പോൾ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 2-3 ദിവസം മുൻപൊക്കെ ആയിരിക്കും പഠിക്കുക. ചിലതൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം ഹാർമോണിയം വെച്ച് മ്യൂസിക് ഡയറക്ടർ നമ്മളെ പഠിപ്പിക്കും, എന്നിട്ട് ഓർക്കസ്ട്രയോടൊപ്പം ലൈവ് പാടും. പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് രീതി അതായിരുന്നു. ചിദംബരം മാഷ്, ഞാൻ ഇവരുടെയൊക്കെ റെക്കോർഡിങ് പാടിയിട്ടുണ്ട്. അർജുനൻ മാഷ്, രാഘവ മാഷ്. അർജുനൻ മാഷൊക്കെ പിന്നീട് മോഡേൺ സ്റ്റൈലിലായി. എന്താണ് ചേട്ടന് ഇഷ്ടമുള്ള രീതി? അതാണോ അതോ ഇപ്പോഴത്തെ പോലെ കുറച്ച് അത് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു എനർജിയാണ് മ്യൂസീഷ്യൻസിൻ്റെ ഒപ്പം നമ്മൾ പാടുന്നത്. എല്ലാവരും നമ്മൾ പാടുമ്പോൾ ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി, നമുക്കൊരു നല്ലൊരു പ്രത്യേകത തോന്നും. ഡ്യുവറ്റ് സിംഗർ ആണെങ്കിൽ കൂടി നമ്മുടെ കൂടെ ആ കാലത്ത് നമ്മുടെ കൂടെ നിന്ന് പാടും. അതിപ്പോഴും ഇളയരാജ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഡ്യുവറ്റ് പാടുമ്പോൾ അങ്ങനെ പാടാറുണ്ട്. രാജാസാറിൻ്റെ അവിടെ ലൈവും പാടിയിട്ടുണ്ട് ഞാൻ, മോഡേൺ രീതിയിലും പാടിയിട്ടുണ്ട്. കൺസോളിൽ നിന്ന് രാജാസാറിൻ്റെ തൊട്ടടുത്ത് നിന്നും പാടിയിട്ടുണ്ട്. രാജാസാറ് ഹെഡ്ഫോൺ വയ്ക്കും, ഞാൻ ഹെഡ്ഫോൺ വയ്ക്കും തൊട്ടടുത്ത് നിന്ന്. രാജാസാർ എങ്ങനെയാണ് പൊതുവേ ആള്? മറ്റുള്ളവരൊക്കെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ രാജാസാറെ ഹെഡ് മാസ്റ്ററാണ്. ചേട്ടാ, എൻ്റെ കയ്യിൽ കുറച്ച് ചേട്ടൻ്റെ പാട്ടുകളുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ പറയുമ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഓർമ്മകളാണ് പറയേണ്ടത്. ചെന്താർമിഴി. ഇത് പാടാൻ ഒരു വഴി വന്നത് കമൽ സാറും ഒരു കാരണക്കാരനാണ്, ഡയറക്ടർ കമൽക്ക എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഉടനെ തന്നെ എം ജയന്തറിനെ വിളിക്കണം, ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ കുട്ടൻ ചേട്ടനെ വിളിച്ചു. അങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്. നല്ലൊരു തമിഴ് കലർന്ന അയ്യർ ഫാമിലിയിൽ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ഭാഗം. ഓ തീർച്ചയായിട്ടും. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണേനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ. അടുത്തത് കുട്ടനാടൻ കായലിലെ ഒരു നാഷണൽ ആന്തം പോലെ ആയ ഒരു പാട്ടാണ്. അതെ, കുട്ടനാടൻ കായലിലെ ഞാൻ മോഹൻചേട്ടന് വേണ്ടി രണ്ടാമത് പാടുന്ന പാട്ടാണ്. ആദ്യം പാടിയത് മലർ കിളിയുടെ അങ്ങനെ പാട്ടുണ്ടല്ലോ, ഞാൻ അത് 2-3 പേര് ചേർന്നാ പാടിയത്. അതെ, ഈ പാട്ട് ചേതന സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തത്. കുട്ടനാടൻ കായലിലെ മലർ കിളിയുടെ ഇങ്ങനൊരു ഹ്യൂജ് മാസ് അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്ര ഹിറ്റാവുമെന്ന്. പക്ഷെ നല്ലൊരു ഓളോള പാട്ടാണെന്ന് അന്ന് തോന്നി. ഗാനമേളക്കാർക്കൊക്കെ പറ്റുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നി. അത് ആദ്യം ഞാൻ മാത്രമാണ് പാടിയിരുന്നത്. ഞാൻ മാത്രം ഫുൾ സോങ് പാടി. അതിൻ്റെ കാസറ്റ് എൻ്റെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ മാത്രം പാടിയത്. പിന്നീടാണ് അത് മണിച്ചേട്ടൻ വന്ന് പാടാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ഭാഗം മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാനും മനോജ് കെ ജയൻ, മനോജേട്ടന് വേണ്ടിയിട്ട് മണിച്ചേട്ടനും. അങ്ങനെയാണ് മണിച്ചേട്ടനായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കേണ്ടത്. പക്ഷെ വേറെ ഭാഷകളിൽ തിരക്കായതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ പാട്ട് ഫുള്ള് പാടി. പക്ഷെ ഇത് ഇത്രയും വലിയൊരു ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല.